സുഹൃത്തുക്കളെ, മൃതസഞ്ജീവനി മരുന്നോ മന്ത്രമോ അതോ വിദ്യയോ? ഈ വിഷയത്തെക്കുറിച്ചുള്ള അന്വേഷണമാണല്ലോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു കാര്യം എൻ്റെ കേൾവിക്കാർക്ക് ബോധ്യമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത്, ഹിമാലയ സാനുക്കളിൽ വളരുന്ന മൃതസഞ്ജീവനി എന്ന ചെടിയെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത് എന്ന്. ആ ചെടി ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ എന്തെങ്കിലും ആകട്ടെ, അത് ശുക്രാചാര്യരെന്ന ആചാര്യരുമായി യാതൊരു ബന്ധവും ആ മൃതസഞ്ജീവനി ചെടിക്കില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ചുമതല ആണ് ആദ്യമായിട്ട് എനിക്കുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പിന്നെ എന്താണ് മൃതസഞ്ജീവനി, ഏത് മൃതസഞ്ജീവനിയിലാണ് ശുക്രാചാര്യർ ഫേമസ് ആയത്, അല്ലെങ്കിൽ ഏത് മൃതസഞ്ജീവനിയെ പറ്റിയാണ് ശുക്രാചാര്യരുടെ പേര് ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുള്ളത്, ഈ കാര്യം നമുക്ക് അറിയേണ്ടതുമുണ്ടല്ലോ. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അതിലേക്കൊക്കെ പ്രവേശിക്കാം. അതായത്, ഭക്തി സാന്ദ്രതയുള്ളതുകൊണ്ട് പുരാണ കഥകൾക്കൊക്കെ വലിയ ആകർഷണമാണ് ഉള്ളത്. മാത്രമല്ല, ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരായ ആരുടെ മനസ്സിൽ നിന്നും ആ പുരാണ കഥ വാർന്നൊഴുകി പോവുകയുമില്ല. അതാണ് പുരാണങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്ലസ് പോയിന്റും അതിൻ്റെ ആചാര്യന്മാർ, എഴുത്തുകാരായിട്ടുള്ളവർ ഉദ്ദേശിച്ചിട്ടുള്ളത് അതാ. ഇപ്പൊ ഈ മൃതസഞ്ജീവനിയെ പറ്റി തന്നെ, യഥാർത്ഥമായ മൃതസഞ്ജീവനിയ എങ്ങനെ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ അതെന്ത് എന്നൊക്കെ ഈ പുരാണങ്ങളിലൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ആരും വേണ്ടതുപോലെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവിടെ ഒന്നുമില്ലാത്ത ഒരു കഥാപാത്രത്തെ, ഒരു മൃതസഞ്ജീവനിയെ കണ്ടെടുക്കുവാൻ നമുക്ക് ആർക്കും കഴിയുകയില്ലല്ലോ. പക്ഷെ അതിനകത്തൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന ശരിയായ മൃതസഞ്ജീവനിയെ ചികഞ്ഞ് കണ്ടുപിടിക്കുവാൻ ചരിത്രപരമായുള്ള അന്വേഷണമാണ് വേണ്ടത് എന്നതാണ്. അതാണ് ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞത്, ചരിത്രവും പുരാണവും തമ്മിൽ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ് എന്ന യാഥാർത്ഥ്യം. അപ്പോഴെന്താണ് ഉണ്ടാവുന്നത് എന്ന് കഴിഞ്ഞാൽ, കാലം കുറെ കഴിയുമ്പോൾ പുരാണം നിലനിൽക്കുകയും ചരിത്രം വിസ്മരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ്. കാരണം ചരിത്രം അങ്ങനെ സ്മരിക്കപ്പെടുവാനുള്ള വലിയ താല്പര്യമൊന്നും ആരിലും ഉണ്ടാവുകയില്ല, എളുപ്പം അങ്ങനെ ഓർമ്മ വരികയുമില്ല. നേരെമറിച്ച് ഭക്തിയിൽ ചാലിച്ചു നിൽക്കുന്ന, നിറഞ്ഞു നിൽക്കുന്ന ഒരു പുരാണ കഥ വളരെ എളുപ്പത്തിൽ ആർക്കും ഓർമ്മയിൽ വരും. മാത്രമല്ല, അത് ഓർമ്മയിൽ വന്ന് അത് വലിയ കാര്യമായിട്ട് നമ്മൾ അന്വേഷിക്കുകയും ആലോചിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ സായുജ്യം കിട്ടുമെന്നാണല്ലോ വിശ്വസിക്കുന്നത്. അതൊക്കെ ദൈവങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്, ബ്ലെസ്സിങ്, അനുഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ പിന്നെ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഞാൻ അവിടേക്ക് ഒന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുരാണങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന ചരിത്രപരമായ യാഥാർത്ഥ്യം ക്രമേണ മനുഷ്യൻ വിസ്മരിക്കുന്നു എന്നുള്ളതാണ്. ഈ യാന്ത്രിക യുഗത്തിൽ, ഈ ഉപഭോക്തൃ സംസ്കാരത്തിന്റെ കാലത്ത് പ്രത്യേകിച്ചും, ചരിത്രം വിസ്മരിക്കപ്പെടുകയും യഥാർത്ഥത്തിൽ ഇമാജിനേഷൻ എന്ന നിലയ്ക്ക് നിൽക്കുന്ന, ഭാവനാത്മകമായി നിൽക്കുന്ന ഭക്തിയെ ആൾക്കാർ പ്രണമിക്കുകയും മാറോട് ചേർക്കുകയും അല്ലെങ്കിൽ നെഞ്ചോട് ചേർത്ത് നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ മൃതസഞ്ജീവിനി എന്ന് പറയുന്ന യഥാർത്ഥമായ സംഗതി വിസ്മരിച്ച് മൃതസഞ്ജീവിനി കേവലം ഒരു പഴങ്കഥയോ കടങ്കഥയോ അല്ലെങ്കിൽ കൽപ്പിത കഥയോ ആയി നിലനിൽക്കുന്നു എന്നുള്ളതാണ്.
ഇത് മൃതസഞ്ജീവനിയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല. നമ്മൾ ഏത് കാര്യത്തെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും ഭക്തിസാന്ദ്രമായ പുരാണം നിലനിൽക്കുകയും അതിനകത്ത് അന്തർലീനമായി കിടക്കുന്ന ചരിത്ര യാഥാർത്ഥ്യം വിസ്മരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഒരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാവും. അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശുക്രാചാര്യർ എങ്ങനെയാണ് ഈ മൃതസഞ്ജീവനിയുമായി ബന്ധപ്പെടുന്നത് എന്നും യഥാർത്ഥ മൃതസഞ്ജീവനി എന്താണെന്നും ആ മൃതസഞ്ജീവനി കൊണ്ട് ആരൊക്കെ രക്ഷപ്പെട്ടു എന്നും മറ്റുമുള്ള കാര്യങ്ങൾ നമുക്ക് അവതരിപ്പിക്കുവാൻ സാധിക്കും. പക്ഷെ അതിനു മുമ്പ് ആ ചരിത്രം വിസ്മരിക്കപ്പെട്ട കഥ കൂടി നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒറ്റ ഉദാഹരണം കാണിക്കുന്നത്. ചരിത്രം പുരാണം നിറയെ അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുക തന്നെയാണ്. എല്ലാ ഉദാഹരണങ്ങളും എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ലല്ലോ. ഒറ്റ ഉദാഹരണം പറയട്ടെ. ഈ അടുത്ത കാലത്തായിട്ട് വളരെ പ്രചാരം സിദ്ധിച്ച ഒരു വാക്കാണല്ലോ ഗണപതി എന്ന് പറയുന്നത്. ഗണപതി മിത്താണ് എന്നും മറ്റും പറഞ്ഞുകൊണ്ട് ആ മിത്തിനെ ഒരാളും സ്പർശിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആ മിത്തിനെ ഒരാൾക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല എന്ന രീതിയിൽ ചില സ്ഥാപിത താല്പര്യക്കാർ അതിന് പിറകെ കൂടിയിട്ട് കാട്ടിക്കൂട്ടിയിട്ടുള്ള കിലാപത്തുകൾ, പുകിലുകൾ എന്ന് പറയാം, എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോ ഗണപതി എന്ന് പറയുന്നത് ദൈവമായി പലരും ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നുണ്ടെങ്കിൽ തന്നെയും എന്താണ് ഗണപതി എന്ന് പറയുന്ന ആ വാക്കിന്റെ പിറകിലെ ചരിത്ര സത്യം എന്ന് അന്വേഷിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. നമ്മൾ ഈ ചരിത്ര യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ അതിനെ വിസ്മരിക്കുന്നിടത്താണ്, അതിന് നേരെ കണ്ണടയ്ക്കുന്നിടത്താണ്, പർപ്പസ്ലി കണ്ണടയ്ക്കുക എന്ന് പറയും. അത് വേണമെന്ന് വിചാരിച്ച് കണ്ണടയ്ക്കുന്നിടത്താണ് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത്. എന്താണ് ഗണപതി? ആ വാക്കിന് എന്തായിരുന്നു പ്രസക്തി? എങ്ങനെയാണ് ആ വാക്കുണ്ടായത്? അതിലെ ചരിത്ര യാഥാർത്ഥ്യം എന്തും അതാ അതിലെ ചരിത്ര യാഥാർത്ഥ്യം എന്ത്? ഈ ചരിത്രം വിസ്മരിക്കപ്പെടുന്നു എന്നുള്ളതാണല്ലോ ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യം. എങ്ങനെയാണ് അത് വിസ്മരിക്കപ്പെട്ടത് എന്ന് നമ്മൾക്കൊന്ന് നോക്കാം. ഗണപതി എന്ന് പറയുന്ന വാക്കുണ്ടായത് എങ്ങനെയെന്ന് കൂടെ മുമ്പ് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. നമ്മൾ ആദ്യകാലങ്ങളിൽ ഭരണം നടത്തുന്ന സമയത്ത് രാജാവിനെ സഹായിക്കുവാൻ നിരവധിയായ സഭകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് അസംബ്ലി ഉള്ളതുപോലെ സെൻട്രൽ ഗവൺമെന്റിനെ സഹായിക്കുവാൻ പാർലമെന്റും രാജ്യസഭയും ഉള്ളതുപോലെ രാജാവിനെ ഭരണകാര്യങ്ങളെ സഹായിക്കുവാനായിട്ട് സഭയും സമിതിയും ഉണ്ടായിരുന്നു. അതാ ഈ സഭയും സമിതിയും ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കി ആ കാര്യങ്ങളിലെ യാഥാർത്ഥ്യങ്ങൾ ചികഞ്ഞ് കണ്ടുപിടിച്ച് അതൊക്കെ രാജാവിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടാണ് നീതിയുക്തമായിട്ടുള്ള ഒരു ശാസന അല്ലെങ്കിൽ ഓർഡർ, ആജ്ഞ രാജാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അല്ലാതെ രാജാവ് നേരം വിളിച്ചായി കഴിഞ്ഞാൽ എഴുന്നേറ്റിരുന്ന് ആ കിരീടമോ ഒക്കെ വച്ചിട്ട് സിംഹാസനത്തിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ കേട്ട വഴിക്ക് തീർപ്പ് കൽപ്പിക്കുകയല്ല. അങ്ങനെയൊന്നുമല്ല ഭരണം നടന്നിട്ടുള്ളത് ഏത് കാലത്തും. പ്രത്യേകിച്ച് ആദ്യകാലങ്ങളിൽ ഏതാണ്ടൊരു ജനാധിപത്യ രീതിയിലാണ് കാര്യങ്ങൾ നടന്നിരുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ വല്ലാതെ ബഹുമാനിക്കുന്ന ഈ ജനാധിപത്യ ബോധമുണ്ടല്ലോ, അത് നമ്മുടെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം. പിന്നീടാണ് അതിന് കുറവ് പോകുന്നത്. സ്വേച്ഛാധിപത്യം എന്ന് പറയുന്നത് അല്ല ആദ്യമുണ്ടായത്. യഥാർത്ഥത്തിൽ അത്ഭുതകരമാണ്. ശരിക്കും ചരിത്രപരമായുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയാൽ അത്ഭുതകരമാണ് നമ്മുടെ ഭരണത്തിൻ്റെ സമ്പ്രദായങ്ങൾ കടന്നുപോയത് എന്നുള്ളതാണ്. ആദ്യകാലങ്ങളിൽ ഭരണം നടന്നത് ഏതാണ്ട് ഒരു ജനാധിപത്യ രീതിയിലൂടെയാണ്. പക്ഷെ ജനാധിപത്യം, ഡെമോക്രസി എന്ന അവർക്ക് മനസ്സിലായിരുന്നില്ല എന്ന് മാത്രം. ആ വാക്ക് അവർക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല എന്നാണ്.
എന്നാൽ ജനാധിപത്യപരമായ രീതിയിലൂടെയാണ് ഭാരതത്തിൽ ആദ്യകാലങ്ങളിൽ ഭരണം നടന്നത്. അത് ഗ്രീസിൽ നിന്ന് കണ്ടെത്തിയതാണ്. അന്ന് ഗ്രീസ്, ആഥൻസ് തുടങ്ങിയതായിട്ടുള്ള രാജ്യങ്ങളുമായി ഒക്കെ ആ ഭരണാധികാരികൾക്ക് അനേക കാലം മുമ്പുണ്ടായിരുന്ന നമ്മുടെ ഭരണാധികാരികൾ നല്ല ബന്ധമായിരുന്നു. എങ്ങനെയാണ് അവരും ഒക്കെ ബന്ധപ്പെട്ടത് എന്ന കാര്യമൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇപ്പോഴത്തെ തൽക്കാലം നോക്കൂ, സഭാ സമിതി. ഈ സഭയും സമിതിയും അതിൻ്റെ തന്നെ ആദ്യത്തെ തട്ടുകളായിട്ട് ഉണ്ടായിരുന്നത് ഗണം, അതിൻ്റെ അപ്പുറത്തേക്ക് കുലം, കുറച്ചുകൂടെ വിശാലമായ ഒരു കമ്പാർട്ട്മെന്റ് തലമാണ് ശ്രേണി. അപ്പൊ സഭയെയും സമിതിയെയും സംബന്ധിച്ചിടത്തോളം ഗണം, കുലം, ശ്രേണി, ഈ ചരിത്ര യാഥാർത്ഥ്യം ആണ് ആദ്യകാലത്തിൽ ഉണ്ടായത്. അത് സമ്മതിക്കും ഇതേപോലെ തന്നെയുണ്ട്. അപ്പോൾ ഈ ഗണത്തിലുണ്ടാവുന്ന ആൾക്കാർ, മെമ്പർമാർ എന്ന് പറയുന്നത് ലോക്കലായിട്ടുള്ള ആൾക്കാരാണ്. ഭരണനിർവഹണത്തിന് അങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. എല്ലാവരെയും കൂടി ഒന്നിച്ചിരുത്തിയിട്ട് സംസാരിപ്പിക്കുകയല്ല രാജാവ് എന്ത് ചെയ്യാൻ പറ്റും? ആഗ്രഹണയാവില്ലേ? അപ്പൊ ഗണത്തിൽ ആ പ്രദേശത്തുള്ള കുറച്ച് മനുഷ്യർ, കുടുംബങ്ങൾ, അതുമാത്രമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് വിശാലമായ ഒരു സമിതിയായി മാറുന്നു കുലം എന്ന് പറയുന്നത്. അപ്പൊ കുലത്തിനകത്തുള്ള എല്ലാ ആൾക്കാരും ഉൾക്കൊള്ളുന്നു. അവിടെ കുറെ കൂടി ഉയർന്ന വിശാലമായ രീതിയിലാണെങ്കിൽ ആൾക്കാരുടെ നമ്പറാണല്ലോ ഈ വിശാലമായ രീതി എന്നൊക്കെ പറയുന്നത്. അത് ശ്രേണിയാണ്. മാത്രവുമല്ല, ഈ സഭയ്ക്കും സമിതിക്കും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് സഭയിൽ ഉൾക്കൊള്ളുന്ന ആൾക്കാരുടെ രീതിയിലുള്ളവരല്ല സമിതിയിലുള്ളത്. സഭയിൽ വെറും സാധാരണക്കാര്, കച്ചവടക്കാര്, അതേപോലെ തന്നെയുള്ള ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ളവർ ഉൾക്കൊള്ളുമ്പോൾ സമിതിയിൽ കുറച്ചുകൂടി ഉയർന്ന നിലപാടുള്ള ആൾക്കാരായി വരുന്നു എന്ന് വിചാരിച്ചോളൂ. അപ്പൊ സഭ ഏറ്റവും താഴെക്കിടയിലുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, സമിതി കുറച്ചുകൂടെ ഉയർന്ന നിലവാരത്തിലുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. രണ്ടു കൂട്ടരുടെയും കാര്യങ്ങൾ വേണ്ടതുപോലെ രാജാവിൻ്റെ മുന്നിൽ എത്തണമല്ലോ. അപ്പം ഓരോ ശ്രേണിക്കും അല്ലെങ്കിൽ ഓരോ തലത്തിനും അതിൻ്റേതായിട്ടുള്ള ലീഡർമാരുണ്ടാവുകയാണ്. ഒക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒരാളാണ് കയറിയിട്ട് ഞാൻ ഇതിൻ്റെ ലീഡർ, അങ്ങനെയൊന്നുമല്ല. അതാ ഞാൻ പറഞ്ഞു, ഒക്കെ ജനാധിപത്യമായ രീതിയിലൂടെയാണ് കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത്. കാരണം അതിൻ്റെ പിറകിൽ നല്ല ഡയറക്ഷൻ ഉണ്ടായിരുന്നു, നല്ല നീതിബോധമുള്ള ഡയറക്ടർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ പെട്ട ഒരാളാണ് ഈ ശുക്രനൊക്കെ. അത്തരത്തിലുള്ള ഡയറക്ഷൻ നടത്താൻ കഴിവുള്ള ഒരാളായിരുന്നു, നീതിബോധമുണ്ടായിരുന്ന ഒരാളായിരുന്നു ഈ ശുക്രൻ എന്നൊക്കെ പറയുന്ന ആള്. അപ്പൊ ഗണത്തിനെ പറ്റി വരും. ഗണം ഏറ്റവും താഴെക്കിടയിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ്. കാരണം ഈ ഗണത്തിലാണ് അവതരിപ്പിക്കുക അവരുടെ നിവേദനങ്ങൾ മുഴുവനും, അവരുടെ വിഷമങ്ങൾ മുഴുവനും, അവരുടെ പരാതികൾ മുഴുവനും ഗണത്തിലാണ് അവതരിപ്പിക്കുക. ഈ ഗണത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഇവരുടെ പരിദേവനങ്ങൾ കേട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കുവാൻ ഗണത്തിന് ഒരു ഗണനായകൻ ഉണ്ടായിരുന്നു. അതും തിരഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു ഗണനായകനെ. ഈ ഗണനായകന്റെ പേരാണ് ഗണപതി എന്ന് പറയുന്നത്. അപ്പൊ ഗണത്തിന്റെ നായകനായ ആൾ ഗണപതിയാണ്. ഈ ഗണപതിക്കാണ് യഥാർത്ഥത്തിൽ സാധാരണ മനുഷ്യരുമായിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ടാകുന്നത്, നല്ല ഇടപഴകലുണ്ടാകുന്നത്. ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ ഒരു വിഷമം ഗണത്തിൽ അവതരിപ്പിച്ച് ഗണപതിയായ ഗണനായകൻ അതിന് തീർപ്പ് കൽപ്പിക്കുകയാണ്. അതിനുശേഷമേ അത് കുലത്തിലേക്കും ശ്രേണിയിലേക്കും പിന്നെ രാജസന്നിധിയിലേക്കും എത്തുകയുള്ളൂ. ഗണത്തിൽ വെച്ച് തന്നെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്തരത്തിലുള്ള ഒരു പരാതിയും രാജാവിൻ്റെ മുന്നിൽ എത്തുകയില്ല. അപ്പം ഗണനായകനെ സംബന്ധിച്ചിടത്തോളം നല്ല നീതിയുക്തിയുള്ള ഒരാളായിരിക്കണം, നല്ല നീതിമാനായിരിക്കണം. ഒരു വെട്ടുകേസ് എന്ന് വിചാരിക്കൂ, ഒരു കൊലക്കേസ് എന്ന് വിചാരിക്കൂ, യാതൊരു തരത്തിലുള്ള നീതിയും അർഹിക്കാത്ത ഒരു പ്രതി അയാൾ ഗണത്തിൽ തൻ്റെ പരിദേവനം നടത്തുമ്പോൾ
അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഗണനായകനായ ഗണപതി അതിന് തീർപ്പ് കേൾപ്പിക്കുകയില്ല. അദ്ദേഹം അന്വേഷിക്കും, അദ്ദേഹം വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കും. അത് നീതിയുക്തമല്ലെങ്കിൽ, അതിനകത്ത് വലിയ ക്രൂരതയാണ് ഈ പ്രതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള പരിഗണനയും ഇല്ലാതെ തന്നെ ഗണത്തിൽ വെച്ച് തന്നെ ആ പരിദേവനം അല്ലെങ്കിൽ ആ കേസുണ്ടല്ലോ തള്ളിക്കളയാണ്. ഗണപതിക്ക് അതിനുള്ള അധികാരമുണ്ട്. ഗണപനായകനായ ഗണപതി തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കേസ് ഒരു ദിക്കിലും എടുക്കില്ല. പിന്നെ അയാൾ രാജാവിൻ്റെ ഏറ്റവും അടുത്ത ആളാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടും ഒരു കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ജനാധിപത്യപരമായ രീതിയാണ് നടപ്പിലായിരുന്നത് അന്ന്. അല്ലാണ്ട് പ്രജുഡിസ് അല്ല, പക്ഷപാതമല്ല. ഗണനായകനായ ഗണപതി പക്ഷപാതരഹിതനായി പ്രവർത്തിക്കേണ്ട ആളാണ്. അങ്ങനെ ഗണത്തിൽ അത് തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കൂ, രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുവാനായിട്ട്. പിന്നെ കാര്യങ്ങൾ ചെയ്യുന്ന ഗണപതിയാണ്. പിന്നെ ഈ പ്രതി പിന്നാലെ നടക്കേണ്ട കാര്യമില്ല. കാരണം ഗണപതി എന്ന് പറയുന്ന ഗണനായകന് അത് വിശ്വാസ്യമായ ഒരു സംഗതിയാണ്. പിന്നെ കുലത്തിലേക്കും ശ്രേണിയിലേക്കും രാജസന്നിധിയിലേക്കുമൊക്കെ ഈ ഗണപതിയാണ് കൊണ്ടുപോകുന്നത്. അതാ. അപ്പൊ ഏതെങ്കിലും ഒരു കേസിൽ സത്യമില്ല, അന്യായമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ മുഖം നോക്കാതെ തിരസ്കരിക്കുവാനുള്ള ശക്തിയുണ്ട്, അധികാരമുണ്ട് ഗണനായകനായ ഗണപതിക്ക്. സ്വാഭാവികമായിട്ടും ഗണപതി വിഘ്നങ്ങൾ സൃഷ്ടിക്കുവാൻ പോലും സാധ്യതയുള്ള ആളാണ്, കഴിവുള്ള ആളാണ്. വിഘ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ച് വിഘ്നങ്ങൾ ഉണ്ടാക്കുകയല്ലല്ലോ. ഈ കേസിലൊരു മെറിറ്റുമില്ല, ഇത് സത്യസന്ധമല്ല എന്ന് ഗണപതിക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കാരണവശാലും അത് സ്വീകരിക്കില്ല, ആ കേസ് തള്ളിക്കളയാണ്. അപ്പം ഗണപതിക്ക് വിഘ്നങ്ങൾ തടയുവാനും വിഘ്നങ്ങൾ ഉണ്ടാക്കുവാനുമുള്ള ശക്തിയുണ്ട്, ആർജവമുണ്ട്, കഴിവുണ്ട്, എബിലിറ്റിയുണ്ട്. കാലം കുറെ കഴിഞ്ഞു പോകുമ്പോൾ ആദ്യത്തെ ഗണനായകനും ഗണപതിയും ഒക്കെ മൺമറഞ്ഞു പോയി കഴിഞ്ഞതിന് ശേഷം നിരന്തരമായ ഈ പ്രക്രിയ ചരിത്രത്തിൽ നിലനിൽക്കുകയാണ്. ഗണനായകനായ ഗണപതി ക്രമേണ വിഘ്നേശ്വരനായി ആരാധിക്കപ്പെടുകയാണ്. ഭാരതത്തിൻ്റെ വിവിധ കോണുകളിലുണ്ടായിരുന്ന ഭരണ സംവിധാനങ്ങൾക്കൊക്കെയും ഈ ഗണം കുലം ശ്രേണി ആയ സഭയും സമിതിയും നിരന്തരം നീണ്ടു പോവുകയാണ്. അതൊരു പെർമനൻ്റായുള്ള പ്രക്രിയയായി മാറുകയാണ്. അപ്പം ഗണപതി എന്ന് പറയുന്ന ഒരാളല്ല, എത്രയോ ഗണപതിമാർ ഗണത്തിൻ്റെ അധിപന്മാരായിട്ടുണ്ടായിരുന്നു. പക്ഷെ കാലം അനവധിയായ കാലം ഇങ്ങനെ പ്രവഹിച്ച് പോയി കഴിയുമ്പോൾ വ്യക്തികൾക്ക് പിന്നെ ഒരു സാധ്യതയുമില്ല, ഒരു അർത്ഥവുമില്ലാതായി പോവുകയാണ്. ആ പോസ്റ്റിനാണ് പിന്നെ അർത്ഥം ഉണ്ടാകുന്നത്. അപ്പം ഗണനായകനായ ഗണപതി ഡിസ്പ്ലീസ്ഡ് ആവാതിരിക്കാൻ ക്രമേണ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? അദ്ദേഹത്തെ ബഹുമാനിക്കാൻ വേണ്ടി, അദ്ദേഹത്തെ എന്താ പറയേണ്ടത്, പ്ലീസ് ചെയ്യിപ്പിക്കുവാനായിട്ട് ആരാധനകൾ നടത്താൻ തുടങ്ങി, പുഷ്പമാലിന്യങ്ങൾ അർപ്പിക്കാൻ തുടങ്ങി, ഇളനീർകുലകൾ കൊണ്ടുവരുവാനും അങ്ങനെയുള്ള ആരാധനാക്രമങ്ങൾ ഉണ്ടാവുകയാണ്. ക്രമേണ ഈ ഗണനായകനായ ഗണപതി ഏറ്റവും അടുത്ത ഗണവുമായി ഏറ്റവും അടുത്ത സുഹൃത്ത് ബന്ധം പോലും കാത്തു സൂക്ഷിക്കുന്ന ആ ഗണനായകനായ ഗണപതി ഒരു ദൈവീകമായ പ്രഭാവത്തിലേക്ക് ഉയരുകയാണ്. അത് സ്വാഭാവികമല്ലേ? അത് സ്വാഭാവികമാണല്ലോ. കാലം പിന്നെയും എത്രയോ കഴിഞ്ഞു പോകുന്നു. നൂറ്റാണ്ടുകൾ ഇങ്ങനെ വെള്ളമൊഴുകുന്നത് പോലെയാണല്ലോ. ആദ്യകാലങ്ങളിലുണ്ടായ സംഭവങ്ങളൊക്കെ പിന്നെ ആർക്കറിയാം? പിന്നെ ഓർമ്മകളാണ്, പിന്നെ കേൾവികളാണ്, പിന്നെ അതൊരു പുരാണ കഥയായി മാറുകയാണ്. ആ പുരാണ കഥയാണ് സാധാരണ ആൾക്കാരുടെ മനസ്സിനകത്ത് നിറഞ്ഞ് നിൽക്കുന്നത്. അങ്ങനെ ഗണപതി എന്ന് പറയുന്ന ആൾ ഗണത്തിൻ്റെ അധിപനാണെന്നോ അധിപതിയാണെന്നോ കുലത്തിൻ്റെയും അതുപോലെ തന്നെ ശ്രേണിയുടെയും ഒക്കെ ഉന്നത അധികാരിയായി മാറുകയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിസ്മരിക്കുകയും ഗണപതി എന്ന് പറയുന്നത് സാധാരണക്കാരനെ രക്ഷിക്കുവാനുള്ള എന്താ പറയുക ദൈവിക ശക്തിയുള്ള ആളായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ കാലത്ത് മനുഷ്യന് ഒരുപാട് ദുരന്തങ്ങൾ വന്നുപെടുന്നുണ്ട്. മനുഷ്യന് തന്നെത്താൻ
ഇറാഡിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സോൾവ് ചെയ്യുവാൻ പറ്റാത്ത മാതിരിയുള്ള ഒരുപാട് ദുരിതങ്ങൾ, വിഷമങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങൾ കൊണ്ട്, ശാരീരികമായി അസ്വസ്ഥത കൊണ്ട്, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് ഒക്കെ മനുഷ്യജന്മങ്ങൾ എന്ന് പറയുന്നത്, മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ദുരൂഹമായ സാഹചര്യങ്ങളിൽ അസ്വസ്ഥമാകേണ്ടി വരുന്നു. അപ്പോൾ തനിക്കൊന്നും പിടികിട്ടാത്ത ഈ കാര്യങ്ങളെ ഒക്കെ ഗണപതിയെ ഏൽപ്പിക്കുകയാണ്. ഗണനായകനാണല്ലോ അദ്ദേഹം, ഗണപതിയെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഗണപതി എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ പിന്നീട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്ര അടുത്ത ഒരാളായി മാറുകയാണ്. ആ ഗണപതിയെയാണ് ഈ ചരിത്ര യാഥാർത്ഥ്യം മറന്നുകൊണ്ട് പുരാണത്തിൻ്റെ ആളായി അല്ലെങ്കിൽ ദൈവിക പരിവേഷം മാത്രമുള്ള ആളായി പിൽക്കാലത്ത് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ആ ഗണപതിയെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും അതിൻ്റെ യഥാർത്ഥമായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതിയും അതുപോലെ തന്നെയുള്ള ഈ പുരാണങ്ങളുമായി വലിയ ബന്ധങ്ങളുണ്ട് എന്ന് വിചാരിക്കുന്നവർ നോ ഗണപതിയെ തൊടാൻ പാടില്ല, ഗണപതി മിത്താണ്. എന്താണ് മിത്ത്? എന്താണ് ഈ സാധാരണക്കാരന് മനസ്സിലാകാത്ത ഈ ഭാഷ പ്രയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ഈ മിത്ത് എന്ന് പറയുന്നത് തൊടാൻ പാടില്ലാത്ത സംഗതിയൊന്നുമല്ല എന്ന് ചരിത്രപരമായുള്ള ഈ യാഥാർത്ഥ്യം ഇപ്പോൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുകയാണല്ലോ. പിന്നെ എന്തിനാണ് ഗണപതി മിത്താണ്, മിത്തിനെ തൊടാൻ പാടില്ല എന്നൊക്കെ അഖിലം പ്രഖ്യാപിക്കുന്നത്? അത് ഒരു തരത്തിൽ സാധാരണക്കാരിൽ നിന്ന് ചരിത്രത്തെ വലിച്ച് കീറി വലിച്ച് എറിയുന്നതിന് തുല്യമല്ലേ? ഈ ഗണപതി എന്ന് പറയുന്ന കാര്യം സാധാരണക്കാരന് മനസ്സിലാവരുത്, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല എന്ന് വരുത്തി തീർക്കുന്നതിന് സ്വാർത്ഥബുദ്ധികളായിട്ടുള്ള അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങൾ മുഴുവനും തങ്ങളുടെ അധീനതയിലാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള സ്വാർത്ഥമായ പ്രമാണിത്വത്തിൻ്റെ പിറകെയല്ലേ അവർ പോകുന്നത്. അല്ലാണ്ട് എന്ത് അഭിപ്രായമാണ് അവർക്ക് പ്രത്യേകമായിട്ടുള്ളത് ഈ കാര്യത്തിൽ? സാധാരണ എല്ലാ ആൾക്കാർക്കും മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ചുമതല എന്താണ്? ഇത് ചരിത്രപരമായ ഒരു കാര്യമാണ്, ഇത് ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം ഗണപതി മിത്താണ്, തൊടാൻ പാടില്ല. ഇനിത് മിത്ത് തന്നെ ആയി മാറുമല്ലോ ഏത് കാര്യവും. ദുരൂഹമായ കാര്യങ്ങൾ അനവധി കാലം ഇങ്ങനെ ഓളപ്പരപ്പിലൂടെ ഒഴുകിപ്പോയി കഴിയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് ആർക്കും തിരിച്ചറിയുകയില്ലല്ലോ. കാലം അങ്ങനെയാണ്. കാലപ്രവാഹത്തിനകത്ത് സംഭവിച്ചിട്ടുള്ള വ്യതിയാനങ്ങളൊക്കെയും ഏത് കാര്യത്തെക്കുറിച്ചും ഉണ്ടാവും. അപ്പോൾ ദുരൂഹമായി വരുമ്പോൾ അവയൊക്കെയും മിത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ അതിനെ സാധാരണ മനുഷ്യരിൽ നിന്ന് മാറ്റിക്കളയുകയോ ചെയ്യുന്ന ഈ ഏർപ്പാടുണ്ടല്ലോ, അത് ഒരിക്കലും ഭൂഷണമാവുകയില്ല ആർക്കും. ഇത് ഈ ഗണപതിയെ പറ്റി മാത്രമുള്ള കാര്യമല്ല, മറ്റേത് കാര്യത്തിനെക്കുറിച്ചും മറ്റേത് ദൈവിക ചിന്തകളെക്കുറിച്ചും നമ്മുടെ പുരാണങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ചരിത്രത്തിനെ വേണ്ടതുപോലെ മാനിക്കാതെ, അറിയാതെ, അന്വേഷിക്കാതെ, അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ താല്പര്യപ്പെടാതെ അതിനകത്ത് ഇമ്മേഴ്സഡ് ആയിട്ടുള്ള ഈ പുരാണത്തെ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മിത്തുകളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരവസ്ഥ നമുക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം മിത്താണ് എന്നങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ശക്തിയും ഒന്നും പെടില്ല. ഗണനായകനാണ് ഗണപതി എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശക്തി വിട്ട് കുറയാനും പോകുന്നില്ല. ഈ ചരിത്ര യാഥാർത്ഥ്യത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കിയെടുക്കുവാൻ തയ്യാറില്ലാത്തത് കൊണ്ടാണ് അത് സാധാരണ ആൾക്കാർക്കും കൂടെ അനുഭവിക്കുവാനുള്ളതാണ് എന്ന ആ സോഷ്യലിസ്റ്റിക് ഔട്ട്ലുക്ക് ഉണ്ടല്ലോ, ആ ജനാധിപത്യപരമായ മര്യാദയുണ്ടല്ലോ, അത് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ നിലനിന്നിരുന്ന രാജഭരണത്തു പോലും നിലനിന്നിരുന്ന ആ ജനാധിപത്യ മര്യാദകളെ കാറ്റിൽ പറത്തുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചില ആൾക്കാർ ചെയ്തു തീർക്കുന്നത്. അതെന്തിനു വേണ്ടിയാണ്? തങ്ങൾക്കറിയാം ഈ കാര്യം, തങ്ങൾക്ക് അറിയൂ ഈ കാര്യമെന്നാണ്. അത് വരുത്തി തീർക്കണം.
തങ്ങൾക്കറിയാം ഈ കാര്യം, തങ്ങൾക്കേ അറിയൂ ഈ കാര്യം എന്നുള്ളത് വരുത്തിയിട്ടുണ്ട്. അപ്പം അജ്ഞരായ ഒരു ജനതയെ ഏത് കാലത്തും വാർത്തെടുത്ത് നിർത്തണം എന്നാണ്. ചരിത്രം മുഴുവൻ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ആദ്യകാലങ്ങൾ മുതൽ ഭാരതത്തിൽ പ്രത്യേകിച്ചും 2 വിഭാഗം ആൾക്കാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ആദ്യകാലങ്ങളിൽ ദേവന്മാരും അസുരന്മാരുമായി വ്യത്യാസപ്പെട്ട് നിർത്തി വെച്ചിരിക്കുന്നുവെങ്കിൽ പിന്നീട് പണ്ഡിതന്മാരെന്നും പാമരന്മാരെന്നും ആക്കി തീർത്തു എന്നുള്ളതാണ്. ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രമേ അറിവുള്ളൂ, മറ്റുള്ളവർക്കൊന്നും യാതൊന്നും അറിയില്ല. എങ്ങനെയാണ് അറിയുക? കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കുവാൻ ആവശ്യമായ വിദ്യാഭ്യാസം ഉണ്ടാവണ്ടേ? അവർക്കതിന് വേണ്ടതായ അക്ഷരാഭ്യാസം കൊടുക്കണ്ടേ? കൊടുത്തില്ല ഉന്നതന്മാരായുള്ള ആൾക്കാർ. പിടിച്ചു വെച്ചു നിന്നു അക്ഷരങ്ങളെ, അറിവുകളെ. അതാ എന്നിട്ട് ആ പാവപ്പെട്ട മനുഷ്യരെ മുഴുവനും എന്താണ് നിങ്ങൾ ചെയ്തത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇല്ലാത്ത ഭക്തിയുടെ പേരിൽ കേവലം അടിമകളാക്കി വാഴ്ത്തി. ആ അടിമ സ്വഭാവം, ആ അജ്ഞാതമായ അവസ്ഥ പിന്നീട് ഇല്ലാതായി മാറിയത് നമുക്കറിയാം. കേരള ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള കുറേ ആൾക്കാരുടെ പ്രവർത്തനം കൊണ്ടാണ്. അതൊക്കെയാണ് ഈ നവോത്ഥാനം എന്നൊക്കെ പറയുന്നത്. നവോത്ഥാനത്തിന് മുമ്പ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അക്ഷരാഭ്യാസം കൊടുത്ത എഴുത്താശാന്മാരെന്ന് പറയുന്ന കുട്ടിപ്പള്ളിക്കൂട എഴുത്താശാന്മാരുടെ അക്ഷീണമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിനൊന്നുമല്ല അറിവുണ്ടായത് സാധാരണ ആൾക്കാർക്ക്. പെട്ടെന്നൊരു സുപ്രഭാതത്തിനൊന്നുമല്ല ഈ വിദ്യാഭ്യാസം സാർവത്രികമായത്. എന്താണ് സാർവത്രികമാകുക എന്നുള്ളത് വ്യക്തമല്ലേ? ഒരു കാരണവശാലും അക്ഷരങ്ങൾ പഠിക്കുവാൻ അവകാശമില്ലാതിരുന്ന, പുറംപോക്കിലേക്ക് തള്ളിയെറിയപ്പെട്ട, വയലേലകളിലേക്ക് ഉഴുതുമറിക്കുന്നതോടൊപ്പം തന്നെ തള്ളിയെറിയപ്പെട്ട ഏറ്റവും അസാധാരണപ്പെട്ട മനുഷ്യരെ, അവരെ മനുഷ്യരെന്നൊന്നും പറയുവാൻ ആ കാലഘട്ടത്തിൽ തയ്യാറുണ്ടായിരുന്നില്ല. അവർക്ക് അജ്ഞത മതി എന്ന് തീരുമാനിച്ചൊരു കാലമുണ്ടായിരുന്നു. ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാർ ആ നിലപാടുകളെയൊക്കെ ചോദ്യം ചെയ്ത ആളാണ് ശുക്രൻ. അതാണ് ഞാൻ പറയുന്നത്. ആ നിലപാടുകളെയൊക്കെ നഖശിഖാന്തം എതിർത്ത ഒരാളാണ് ശുക്രൻ. അദ്ദേഹം ശുക്രൻ എന്ന് പറയുന്ന ആ മഹാനുഭാവൻ ആർക്കു വേണ്ടിയാണ് വാദിച്ചത്? സമൂഹത്തിൽ വലിച്ചെറിയപ്പെട്ടവർക്ക് വേണ്ടി. അദ്ദേഹം ചെയ്തത് എത്രമാത്രം സ്നേഹനിർഭരമായ പ്രവർത്തനമാണ്. ആ പ്രാന്തവൽക്കരിക്കപ്പെട്ട ജനതയുടെ ആളായി അദ്ദേഹം നിന്നതുകൊണ്ടാണ് അദ്ദേഹം ശുക്രഗുരുവായി ഈ പറയുന്ന ഉന്നത വൃത്തങ്ങൾ അവരോധിക്കുന്നത്. അതൊരു അവമതിപ്പായിരുന്നു ആദ്യകാലങ്ങളിൽ. അതാ അസുരഗുരു എന്ന് പറയുന്നത് ഒരു അവമതിപ്പായിരുന്നുവല്ലോ. ആ കാര്യങ്ങളെക്കുറിച്ചും നമുക്കിനി മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ മൃതസഞ്ജീവിനി എന്ന് പറയുന്നത് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ചരിത്ര യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ അത് ഹിമാലയ സാനുക്കളിൽ കിടന്ന് തപ്പിയതൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്താണ് ഈ മൃതസഞ്ജീവിനി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. ആ സംഗതി കൊണ്ട് ശുക്രാചാര്യർ എന്ന് പറയുന്ന മനുഷ്യ സ്നേഹി, സാർവത്രികമായ സാഹോദര്യത്തിൽ വിശ്വസിച്ച ഈ ശുക്രാചാര്യർ അനേകം മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുമുണ്ട്. അതൊരു മരുന്നരച്ച പുരട്ടിയിട്ടൊന്നുമല്ല. അത് ആ ചെടിയുടെ നീരെടുത്ത് വായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്നുമല്ല. പിന്നെ ഏത് തരത്തിലുള്ള മരുന്നാണ് അദ്ദേഹം ഉപയോഗിച്ചത് എന്ന് നമുക്കൊന്ന് കാണേണ്ടതുണ്ട്. ഏത് തരത്തിലുള്ള ലേപനമാണ് അദ്ദേഹം വീണ് കിടക്കുന്ന പുരുഷാരത്തെ രക്ഷിക്കുവാൻ ഉണ്ടാക്കിയത് എന്നുകൂടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ടെങ്കിൽ ഈ ശുക്രൻ എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് പോകണം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് പറയേണ്ടതുണ്ട്. അത് പറയുമ്പോൾ
എൻ്റെ സുഹൃത്തുക്കൾക്ക് വ്യക്തമാവും എന്താണ് ഈ മൃതസഞ്ചയം ഇനി എന്ന് പറയുന്നത്. അതിൻ്റെ വിജ്ഞാവാതാവ് ശുക്രൻ തന്നെ എന്നും ബോധ്യമാവും. ആ ബോധ്യങ്ങളിലേക്ക് നടന്നെടുക്കുകയാണ് ഞാൻ. സുഹൃത്തുക്കളെ, നിങ്ങൾ എൻ്റെ ഒപ്പം കേൾവിക്കാരായി ഉണ്ടാകുമല്ലോ. ഉണ്ടാകണം. അടുത്ത പ്രസംഗങ്ങളിലൂടെ നമുക്കത് തുടങ്ങാം. നമസ്കാരം.